എല്ലാ മനുഷ്യരും, ഈ ലോകത്തിലെ സകല മനുഷ്യരും അടിമകളാണ്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ ആരുടെ അടിമയല്ല, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. അല്ല പ്രിയപ്പെട്ടവരെ, ഈ ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു അധികാരമുണ്ട്. രണ്ട് അധികാരങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ സ്നേഹം, രണ്ട് സാത്താന്റെ അധികാരം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും സാത്താന്റെ അധികാരത്തിന് കീഴിൽ ജനിക്കുന്നു. അതായത് ഈ ഭൂമിയിലുള്ള ഒരു ജാതി മത്സരം, പള്ളിയിലച്ചനും തിരുമേനിയും ഉൾപ്പെടെ ആരും സ്വതന്ത്രരല്ല. എല്ലാവരും എന്താണ്? സാത്താന്റെ അടിമത്തത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോപാകുലരായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മതഭക്തിയിൽ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മരണഭീതിയിൽ കടന്നു പോകുന്നത്. സാത്താനെ പറ്റി പറയുന്നു, മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ സാത്താൻ വരുന്നില്ല. എന്നാൽ അങ്ങനെ സാത്താനാൽ അറക്കപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവനെ തരുവാനും സമൃദ്ധിയായിട്ട് തരുവാനും അത്രേ ഞാൻ വരുന്നതെന്ന് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം. മരിച്ചുപോയവർക്ക് ജീവനെ തരുവാനായിട്ടത്രേ യേശുക്രിസ്തു കടന്നു വന്നത്. അങ്ങനെ നോക്കുവിന് എല്ലാവരും പാപം ചെയ്തതിന്റെ കാരണം എന്താണ്? എല്ലാവരും നശിച്ചു പോയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം വെച്ച് കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ 5-10 മിനിറ്റ് കൂടി പ്രസംഗം തീർത്ത് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ പ്രസംഗം ഇവിടെ തീരുകയില്ല.